ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്ഷരയുടെ SSLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ SSLC ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ആദ്യത്തെയും ചാപ്റ്ററാണ് ശബ്ദ തരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സ് എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പീരിയഡും ഫ്രീക്വൻസിയും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പീരിയഡ്, എന്താണ് ഫ്രീക്വൻസി എന്നുള്ളത് സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പീരിയഡ് എന്ന് നോക്കാം. പീരിയഡ് എന്താന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ദോലനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ദോലനം ഒരു ചലനാണെന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ഊഞ്ഞാലിന്റെ ചലനം ദോലനാണ്. അതുപോലെ നോക്കൂ, ഞാനിവിടെ നിങ്ങൾക്ക് ദോലനം കാണിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധനം എടുക്കാം. ഇത് എപ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാക്കുക എന്ന് നിങ്ങൾ നോക്കണം. ദാ ഞാനിപ്പോ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണ് ദോലനം. ഇവിടുന്ന് ഞാൻ തുടങ്ങി എതിർവശത്തെത്തി തിരിച്ച് വീണ്ടും ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ഒരു ദോലനം പൂർത്തിയാവും. ഇത് നോക്കിക്കോളൂ, ഞാൻ ഇവിടുന്ന് വിട്ടു, ഒരു ദോലനം പൂർത്തിയായി, രണ്ടാമത്തെ ദോലനം പൂർത്തിയായി. ഇങ്ങനെയാണ് നമ്മൾ ദോലനങ്ങൾ എന്ത് ചെയ്യുന്നത്, എണ്ണുന്നത്. അപ്പോ പീരിയഡ് എത്രയാണെന്ന് കിട്ടി? 2 സെക്കൻഡ് ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പീരിയഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ടാണ്, വലിയ അക്ഷരം T കൊണ്ടാണ്. അതൊക്കെയാണല്ലോ. ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, പീരിയഡിന്റെ SI യൂണിറ്റ് ഒക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. പീരിയഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ദോലനം പൂർത്തിയാക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണല്ലോ. അപ്പൊ സമയത്തിന്റെ SI യൂണിറ്റ് ഏതായിരിക്കും? അതെ, ഏതാണ്? സെക്കൻഡ് ആണ്. അതുകൊണ്ട് പീരിയഡിന്റെയും SI യൂണിറ്റ് ആര് തന്നെയാണ്? സെക്കൻഡ് ആണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, പീരിയഡിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? വലിയ അക്ഷരം T ആണ്. പീരിയഡിന്റെ SI യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ? ശരി, ഇപ്പൊ നമ്മൾ പീരിയഡ് എന്താന്ന് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആവൃത്തി എന്നുള്ളതാണ്. ആവൃത്തിക്ക് ഇംഗ്ലീഷിൽ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. പീരിയഡ് ഇംഗ്ലീഷിൽ പീരിയഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് നോക്കാം. ഓക്കെ, ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണെന്ത്? ആവൃത്തി. ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായി? അപ്പൊ നമുക്ക് നോക്കിയാലോ നമ്മുടെ പരീക്ഷണത്തിൽ എത്ര ദോലനങ്ങളാ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നതെന്ന്. ഓക്കെ, ഇതാ അപ്പൊ നമുക്ക് നോക്കാം, ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഒരു സെക്കൻഡ് സമയം 1 എന്നെണ്ണുമ്പോഴേക്ക് എത്ര ദോലനങ്ങൾ പൂർത്തിയായി? ഇതാ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി തിരിച്ച് ഇവിടെ എത്തിയാൽ മാത്രമേ ഒരു ദോലനം പൂർത്തിയാവുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സെക്കൻഡ് ആകുമ്പോഴത്തിന് എത്ര ദോലനം പൂർത്തിയാവും. എണ്ണണം കേട്ടോ എന്റെ കൂടെ. ഓയിക്കോ, 1 2 1 1. ഇപ്പൊ ഒന്ന് പറഞ്ഞേ, ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദോലനം പൂർത്തിയായി? ഒരെണ്ണം പൂർത്തിയായോ? ഇല്ല, ഒരു ദോലനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എത്രയേ പൂർത്തിയായുള്ളൂ? അതെ, അര ദോലനം മാത്രമേ പൂർത്തിയായുള്ളൂ. 1 എന്ന് ഞാൻ എണ്ണിയപ്പോഴേക്ക് ഇവിടുന്ന് തുടങ്ങി ഇവിടെയല്ലേ എത്തിയുള്ളൂ. അതുകൊണ്ട് എത്ര ദോലനം മാത്രമേ പൂർത്തിയായുള്ളൂ? അര ദോലനം മാത്രമേ പൂർത്തിയായുള്ളൂ. അപ്പൊ നമ്മൾ പറയും ഈ ദോലനത്തിന്റെ ആവൃത്തി എത്രയാണ്? അരയാണെന്ന് പറയും. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്താണ് ആവൃത്തി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ രണ്ടും കൂടെ ഒന്ന് നോക്കാം. ഒന്നുകൂടെ നോക്കിയേ, പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ഒരു ദോലനം ചെയ്യാൻ, ഒരു ദോലനത്തിന് വേണ്ടിയൊക്കെയുള്ള സമയമാണെന്ത്? പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ T ആണ്. പീരിയഡിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അതൊക്കെ ആണല്ലോ. നേരെ അടുത്തത് ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? ചെറിയ അക്ഷരം F ആണ്. ആവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഹെർട്സ് ആണ്. ഹെർട്സ് എങ്ങനെയാണ് എഴുതുക? HZ, ക്യാപിറ്റൽ H, ചെറിയ Z. ഇത് രണ്ടും ഓക്കെ ആണല്ലോ. ഇനി ആവൃത്തിയും പീരിയഡും തമ്മിൽ എന്താണ് ബന്ധം?
ഞാൻ ഇവരുടെ ഇടയിൽ ഇവരെ അങ്ങോട്ട് വേർതിരിച്ചിരുന്ന ഈ വര അങ്ങോട്ട് മായ്ക്കാണ്. ഇവര് തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇവര് തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ആവൃത്തിയും പീരിയഡും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പൊ നമുക്ക് ആവൃത്തിയും പീരിയഡും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പീരിയഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ശ്രദ്ധിച്ചോ. എടാ, ആവൃത്തി എന്ന് പറയുന്നത്, ഇനി ഞാൻ എഫ് എന്ന് എഴുതിയ പോരെ. എഫ് എന്ന് പറഞ്ഞാൽ ആവൃത്തിയാണെന്ന് അറിയാലോ. ഈ ടി എന്ന് പറഞ്ഞാൽ പീരിയഡ് ആണെന്ന് അറിയാലോ. അപ്പൊ നോക്കിക്കോ, എഫ് അഥവാ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി സമം എഫ് സമം എന്തായിരിക്കും? 1/t ആയിരിക്കും. എന്തായിരിക്കും? 1/t ആയിരിക്കും. എഫ് സമം 1/t ആയിരിക്കും. ഒരു ഉദാഹരണം നോക്ക്. നമ്മൾ ഇപ്പൊ ചെയ്ത പരീക്ഷണത്തിൽ നമുക്ക് പീരിയഡ് എത്രയാ കിട്ടിയത്? 2 സെക്കൻഡ് അല്ലേ? 2 സെക്കൻഡ് അല്ലായിരുന്നു? അപ്പൊ നമുക്ക് വന്ന ആവൃത്തി എത്രയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, 0.5. എടാ, എനിക്ക് 0.5നെ ഇങ്ങനെ 1/2 എന്ന് എഴുതിക്കൂടെ? 1/2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നോക്കൂ, പീരിയഡ് 2 സെക്കൻഡ് വന്നപ്പോ ആവൃത്തി എത്രയായി? 1/2 ഹെർട്സ് ആയി. 1/2 ഹെർട്സ് ആയി. ഓക്കെ ആണല്ലോ. തിരിച്ചും പറയുന്നത് ഞാൻ ഇവിടെ എഴുതാം. തിരിച്ചും ഞാൻ പറയാം. തിരിച്ച് പീരിയഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/f ചെയ്താലും മതി. ടി കാണാൻ 1/f ചെയ്താലും മതി. അപ്പൊ നോക്കി, 2 ഇക്വേഷൻ ആയി. എഫ് സമം 1/t, ടി സമം 1/f. ടി എന്ന് പറഞ്ഞാൽ ആരാ? പീരിയഡ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ആരാ? ആവൃത്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പീരിയഡ്, എന്താണ് ആവൃത്തി. പീരിയഡും ആവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാം കൂടെ ഒന്ന് വേഗം ഓടിച്ചു നോക്കിയാലോ. എന്തൊക്കെയാടാ പറഞ്ഞു? ഒന്ന് നോക്കി. ആദ്യം നമ്മൾ പീരിയഡ് പറഞ്ഞു. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ്. പീരിയഡിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ടി ആണ്. പീരിയഡിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആര് പറഞ്ഞു? ആവൃത്തി പറഞ്ഞു, അഥവാ ഫ്രീക്വൻസി പറഞ്ഞു. ആവൃത്തി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണെന്ത്? ആവൃത്തി എന്ന് പറഞ്ഞു. ആവൃത്തിയെ സൂചിപ്പിക്കുന്ന അക്ഷരം എഫ് ആണ്, ചെറിയ അക്ഷരം എഫ് ആണ്. ആവൃത്തിയുടെ SI യൂണിറ്റ് ആരാണ്? ഹെർട്സ് ആണ്. ഹെർട്സ് എന്ന് എങ്ങനെ എഴുതും? വലിയ അക്ഷരം H, ചെറിയ അക്ഷരം Z. അവസാനമായിട്ട് എന്ത് പറഞ്ഞു? ആവൃത്തിയും പീരിയഡും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ അവിടെ പഠിക്കണം. എന്താണ് ഇക്വേഷൻ? എഫ് സമം 1/t. ഇനിയിപ്പോ ഇത് മാറിയാലും കുഴപ്പമൊന്നുമില്ല. മാറിയാലും നോക്കുക, അത് ശരിയാണ്. ടി സമം 1/f. ഇത് പീരിയഡ് കാണാൻ ഇത് ഉപയോഗിക്കാം, ആവൃത്തി കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ ആവൃത്തി കാണാനുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിൽ ഉണ്ടാവും. അപ്പൊ ആ കമന്റിൽ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കമന്റ് ആയിട്ട് തന്നെ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.